ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS സബ്ജക്റ്റിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നിങ്ങളുടെ 5ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ആ പാഠത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് 3 തരത്തിലുള്ള സ്റ്റേറ്റുകളായിരുന്നു: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. നമ്മൾ ആ പാഠത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണ്ടിയവർ സ്റ്റാൻഡേർഡ് ഫോർ EVS നോക്കിയാൽ കാണാവുന്നതാണ്. സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോളിഡ് എന്ന് പറഞ്ഞാൽ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വേണം അല്ലേ? അതായത് മേശ, കസേര, ബുക്ക്, പെൻസിൽ അതുപോലെയുള്ള വസ്തുക്കൾക്ക് ഐറ്റംസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് എന്ന് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒബ്ജക്ട്സ് ആണ് അതൊക്കെ. ഇനി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ടൈപ്പ്, അതിനൊരു ഷേപ്പ് ഉണ്ടാവില്ല. അതായത് വെള്ളം, കെറോസിൻ, ഓയിൽ അതുപോലെ ഒഴുകുന്ന ടൈപ്പ് ഉള്ളതിനാണ് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത് എന്ന് പറയാം. ഗ്യാഷ്യസ് എന്ന് പറയുന്നത്, ഗ്യാസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എയർ, വായു ഒക്കെ പോലത്തേതാണ്. സ്റ്റീം, വായു, എയർ അതൊക്കെയാണ് അതിൽ വരിക. നമുക്കിവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കാം. ലിസ്റ്റ് ഡൗൺ ദ ഗിവൺ ഐറ്റംസ് ഇൻ ടു സ്യൂട്ടബിൾ കാറ്റഗറി അക്കോർഡിംഗ് ടു ദെയർ സ്റ്റേറ്റ്സ്. ഓരോരുത്തിൻ്റെയും സ്റ്റേറ്റ്സുകൾ അനുസരിച്ച് അവരുടെ കാറ്റഗറി ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളുടെ അവസ്ഥ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ തരം തിരിക്കാം. ഏത് അവസ്ഥയിലുള്ളതാണ്? ഗരം. പെട്രോൾ എന്താണ്? ഒഴുകുന്ന ടൈപ്പ് അല്ലേ? ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് അല്ലേ? ലിക്വിഡാണ്. പെട്രോള് ലിക്വിഡാണ്, ദ്രാവകം ആണ്. ഓയിലും എന്താണ്? ദ്രാവകത്തിൽ, ലിക്വിഡിൽ വരുന്നതാണ്. ഇനി സ്റ്റീം നീരാവി എന്താണ്? ഗ്യാസ് ഫോമിലുള്ളതാണ്, അതായത് വാതകമാണ്. ഇനി എയറും വാതകമാണ്, വായു വാതകമാണ്, ഗ്യാസ് ഫോമിലാണ് വരുന്നത്. ചോക്ക് എന്താണ്? സോളിഡ് സ്റ്റേറ്റ്, ഗരം ആണ്. കെറോസിൻ എന്താണ്? ഒഴുകുന്ന ടൈപ്പ് അല്ലേ? അതേതാണ്? ലിക്വിഡ്, ദ്രാവകമാണ്. പെൻസിൽ എന്താണ്? അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം അല്ലേ? പെൻസിൽ എന്താണ്? ഒരു സോളിഡ് ഫോമിലുള്ളതാണ്. സോളിഡ് ഫോം എന്ന് പറഞ്ഞാൽ ഗരം. ടേബിളിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. സോളിഡിൽ വരുന്നത് ബ്രിക്ക്, ചോക്ക്, പെൻസിൽ. ലിക്വിഡിൽ വരുന്നത് പെട്രോളും ഓയിലുമാണ്. ഗ്യാസിൽ വരുന്നത് സ്റ്റീം, എയർ ആണ്. ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് രാഹുൽ തയ്യാറാക്കിയ ചാർട്ടിലെ കുറച്ച് വസ്തുക്കളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. സോ രാഹുൽ സയൻസ് ഫെയറിന് അവന് പ്രിപ്പയർ ചെയ്ത ചാർട്ടിൽ എഴുതിയിട്ടുള്ള തിങ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനെ നിങ്ങൾ ഇതിൻ്റെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഇത് വരുന്നതെന്ന് അനുസരിച്ചിട്ട് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. ആദ്യത്തെ ഐറ്റം വരുന്നത് വെള്ളം, വാട്ടർ ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഏത് ഫോമിൽ വരുന്നതാണ്? നമുക്കറിയാം, അതൊരു ഒഴുകുന്ന ടൈപ്പാണ്. സോ അതൊരു ലിക്വിഡ്, ദ്രാവകമാണ്. ഇനി ദ്രാവകം വരുന്നത് ഏതൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. കല്ലല്ല, നീരാവില്ല. മോരും ഒരു ലിക്വിഡാണ്. വെളിച്ചെണ്ണയും ഒരു ലിക്വിഡ്, ദ്രാവകമാണ്. സോ 3 ഐറ്റംസ് ആണ് ലിക്വിഡിൽ വരുന്നത്. ഇനി കല്ലൊരു സോളിഡ്, ഗരമാണ്. ഇനി സോളിഡിൽ വരുന്നത് വേറെ ഏതൊക്കെയുണ്ട്? തീപ്പെട്ടിയുണ്ട്, കാന്തമുണ്ട്. സോ 3 എണ്ണമാണ് സോളിഡിലും വരുന്നത്. ഇനി അടുത്തത് നീരാവി. ഏത് ഫോമാണ്? ഗ്യാസ്, വാതകമാണ്. അതിൽ വേറെ ഏതൊക്കെ വരുന്നുണ്ട്? ഓക്സിജൻ വരുന്നുണ്ട്, പിന്നെ ഹൈഡ്രജനും വരുന്നുണ്ട്. സോ ഇത് നല്ലോണം പഠിച്ചിരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ടേബിളിലാക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്ത് തരം തിരിച്ച് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആരും തന്നെ മാർക്ക് മിസ് ഔട്ട് ആക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ഇവിടെ വരച്ച് യോജിപ്പിക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? സ്വാതി തിരുനാളാണോ, മോയിൻകുട്ടി വൈദ്യരാണോ, കുഞ്ചൻ നമ്പ്യാരാണോ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരുമായി റിലേറ്റ് ചെയ്തതാണ്. സോ നിങ്ങൾ മാപ്പിളപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരിലേക്ക് മാച്ച് ചെയ്ത് വരയ്ക്കുക. ഇനി തുള്ളൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കുഞ്ചൻ നമ്പ്യാറാണ് അല്ലേ? അടുത്തത് സംഗീതം, സ്വാതി തിരുനാളാണ് വരുന്നത്. സോ ഇങ്ങനത്തെ മേച്ച് ദ ഫോളോയിങ് ടൈപ്പിലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ദേശാടന പക്ഷി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ക്രോ, ഗോൾഡൻ ഒറിയോൾ,
ഈഗിൾ, പാരറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത് മൈഗ്രേറ്ററി ബേർഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മൈഗ്രേഷൻ നടത്തുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ദേശാടനം നടത്തുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് റീസൺസ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എന്തായാലും ക്രോയും പാരറ്റും തത്തയും കാക്കയും ഒന്നും എന്ത് തന്നെയല്ല, മൈഗ്രേറ്ററി ബേർഡ് അല്ല. ഇനി ഈഗിളും അല്ല. ഇവിടെ ആൻസർ വരുന്നത് മഞ്ഞക്കിളി, ഗോൾഡൻ ഒറിയോൾ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദി പിക്ചർ. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. റൈറ്റ് ദി നെയിംസ് ഓഫ് ആർട്ട് ഫോം ആസ് ഹെഡിങ് ആൻഡ് നോട്ട് ഡൗൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഈ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു കലാരൂപത്തിൻ്റെ പേര് ഹെഡിങ് തലക്കെട്ടായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ താഴെ എഴുതാനാണ്, പോയിന്റ്സ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് ആർട്ട് ഫോമാണ്? തുള്ളലാണല്ലേ. നമ്മൾ മാച്ച് ദ ഫോളോയിലും പഠിച്ചിട്ടുള്ളതാണ്. തുഞ്ചൽ ആരാണ് ഫൗണ്ട് ചെയ്തത്? തുള്ളൽ എന്ന കലാരൂപം തുടക്കം കുറിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തലക്കെട്ട് തുള്ളൽ എന്ന് കൊടുക്കണം. എന്നിട്ട് താഴെ അതിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ് വേണ്ടത്. സോ നമുക്ക് എഴുതാം, ആദ്യം കുഞ്ചൻ നമ്പ്യാരാണ് ഇത് ഫൗണ്ട് ചെയ്തതെന്ന് എഴുതാം. പിന്നെ ദിസ് ആർട്ട് ഫോം മോക്സ് ഓഫ് ദി എവിൽസ് ഓഫ് സൊസൈറ്റി വിത്ത് എ പിഞ്ച് ഓഫ് ഹ്യൂമർ. എന്താണ്? സമൂഹത്തിൻ്റെ തിന്മകളെ പരിഹസിച്ചുകൊണ്ട് നർമ്മരസം കലർത്തിയും ആണ് ഈ കലാരൂപം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. തുള്ളൽ ഈസ് ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പ് ഓഫ് തുള്ളലുണ്ട്. ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ ആൻഡ് സീതൻ തുള്ളൽ. തുള്ളലിനെ കുറിച്ച് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ഒരു കുറിപ്പ്, ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അത് നമ്മുടെ അവസാന കാലഘട്ടത്തിലേക്ക് നടന്നൊരു സമരമാണ്. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബ്രിട്ടീഷിൽ നിന്നും ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്ന, ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നടന്നൊരു സമരമായിരുന്നു ഇത്. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നതായിരുന്നു നമ്മുടെ ഈ ഒരു സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഈ ഒരു മുദ്രാവാക്യം സമരത്തിന് വല്ലാത്ത ആവേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. 1942 ജവഹർലാൽ നെഹ്റു ബോംബെയിൽ വെച്ച് നടന്ന ഒരു സമരത്തിൽ വെച്ചിട്ടാണ് നെഹ്റു ഇതിൻ്റെ പ്രമേയം, ഈ ഒരു സമരത്തിൻ്റെ പ്രമേയം പാസ്സാക്കുന്നത്. അങ്ങനെ അതിനോടനുബന്ധിച്ച് അതിനുശേഷം ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ആഹ്വാനം ചെയ്യുന്നത്. ഒരു സമരത്തിൽ എല്ലാ ആൾക്കാരും തന്നെ പങ്കെടുത്തിട്ടുണ്ട്. വൃദ്ധരും സ്ത്രീകളും ആളുകളും കുട്ടികളും അങ്ങനെ തുടങ്ങിയ എല്ലാ ആളുകളും തന്നെ ഈ ഒരു സമരത്തിന് പ്രധാനമായിട്ടും പങ്കുവഹിച്ചിട്ടുണ്ട്. സമരത്തിൽ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഏതെന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നാണ്. ഈ ഒരു മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് വൺ വേർഡ് ആയിട്ട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ക്വിറ്റ് ഇന്ത്യ ആണ്. ക്വിറ്റ് ഇന്ത്യയുടെ വർഷം എന്ന് വരുന്നത് 1942. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരത്തിൽ ഒന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഈ ഒരു സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. സോ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് വായിക്കുക. കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് ഒരു നോട്ട് എഴുതാൻ പറ്റിയിട്ടുള്ളതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചു വെക്കുക. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.